നമസ്കാരം. മറ്റൊരു മാസം കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 1. കഴിഞ്ഞ സമയങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ ഏപ്രിൽ മാസം വളരെയധികം പ്രത്യേകതകൾ ഉള്ളൊരു സമയം തന്നെയാണ്. ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവൻ ചന്ദ്രനാണ്. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് എല്ലാവിധ സന്തോഷം ലഭിക്കുവാനും ആ സന്തോഷം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അത് സമാധാനം നൽകുവാനും ചന്ദ്രൻ്റെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ്. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാനും ആ സമ്പത്ത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാനും ഒക്കെയും ചന്ദ്രൻ്റെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ചന്ദ്രൻ രാശിമാറ്റത്തിനൊരുങ്ങുകയാണ്. വൃശ്ചികം രാശിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി ഈ ഏപ്രിൽ മാസം ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നുണ്ട്. ഗജകേസരി യോഗഫലത്താൽ ചില നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 1, അതായത് ഇന്ന് മുതൽ ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായുള്ള തടസ്സങ്ങൾ അകലുന്നതാണ്. ജോലി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ അകലും. കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അകന്ന് സമാധാനവും സന്തോഷവും കൈവരിക്കാൻ കഴിയുന്നതാണ്. കാരണം എന്തെന്നാൽ ധനത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ദേവനായ ചന്ദ്രനാണ് ഇവിടെ രാശിമാറ്റത്തിനൊരുങ്ങുന്നത്. അതും വൃശ്ചികം രാശിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ധനം കൊണ്ട് നേടാൻ കഴിയുന്ന എല്ലാവിധ സുഖഭോഗങ്ങളും നേടാൻ സാധിക്കും. ഈ മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ സകലവിധ സൗഭാഗ്യങ്ങളും തേടിയെത്തുകയാണ്. ഗജകേസരി യോഗമാണ് ഇവിടെ ആരംഭമായിരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി. ചന്ദ്രൻ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ 9 നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി സാമ്പത്തികമായി ഒരു ഉന്നതി ഉണ്ടാകാൻ പോവുകയാണ് ഈ 9 നക്ഷത്രക്കാർക്ക്. എല്ലാവിധ തടസ്സങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്ന ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അതൊക്കെയും ഒഴിഞ്ഞു മാറി ഈ ഏപ്രിൽ മാസം ഗജകേസരി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇവിടെ ചന്ദ്രൻ്റെ രാശിമാറ്റം വളരെയധികം ഭാഗ്യമാണ് 9 നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത്. ആ ഭാഗ്യശാലികളായ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ഏപ്രിൽ 1 മുതൽ ഗജകേസരി യോഗം ആരംഭിച്ച 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രക്കാർക്ക് മിഥുനം രാശിക്കാരായ ഇവരുടെ 12-ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അനവധി നേട്ടങ്ങളാണ് അല്ലെങ്കിൽ അനവധി സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്. സമ്പത്തിൻ്റെ ദേവതയായ സമ്പത്തിൻ്റെ അധിപതിയായ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ കുബേരൻ്റെയും അനുഗ്രഹം ഈ ഏപ്രിൽ മാസം മുതൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുരോഗതിയുടെ നാളുകളാണ് ഈ ഏപ്രിൽ മാസം ഇവർക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്. ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായി ഒരു തലത്തിലേക്ക് ഉയരാൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ്. അതിൻ്റെ ഫലമായി അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പുണ്യ സ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള ഭാഗ്യം കൂടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ട ആളുകൾ ഇപ്പോഴും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തമമായ സമയം ഈ ഏപ്രിൽ മാസം വന്നിരിക്കുകയാണ്. ഈ ഏപ്രിൽ മാസം വിദേശ ഭാഗ്യം നിങ്ങൾക്ക് തെളിയുന്നുണ്ട്. അത് വിദേശത്തെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും ജോലിയുടെ കാര്യമായിട്ട് പോകുന്നവരാണെങ്കിലും വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഈ ഏപ്രിൽ മാസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ സയൻറ്റിസ്റ്റായിട്ട് അത് ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉത്തമമായ ജോലി പ്രവേശനം ലഭിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും നിങ്ങളെ വിട്ട് അകലുന്ന സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം. കടങ്ങൾ കൊടുത്ത് തീർക്കാനായി സാധിക്കുന്നതാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അല്പം കടമൊക്കെ വാങ്ങിക്കേണ്ടി വന്നിരുന്നു. ആരിൽ നിന്നും കടം വാങ്ങിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളെ ആ ഒരു സമയം അങ്ങനെ കടങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇവിടെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരികയും ധാരാളം ധനം കയ്യിലേക്ക് വന്ന് കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങാനും സ്വർണ്ണാഭരണം ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യം ഏപ്രിൽ മാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ദീർഘകാലമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നിരവധി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഏപ്രിൽ മാസം തന്നെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുന്ന സമയമാണ്. പുതിയ തന്ത്രങ്ങളൊക്കെ
മെനയാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പരാജയമായി അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകും. അത് ശത്രുക്കളുടെ ശല്യമാകട്ടെ, ഏത് വിധേനയും നിങ്ങളെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെയും ഭഗവാൻ തന്നെ നിങ്ങളിൽ നിന്ന് മാറ്റുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകുന്നതാണ്. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്കും ഗജകേസരി യോഗം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. അപ്പോൾ ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ മുൻപ് ചെയ്ത പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മുമ്പ് അറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി പലതും ചെയ്യാൻ സാധിക്കുകയും അത് നിങ്ങളുടെ ആ തെറ്റുകൾ മനസ്സിലാക്കി ഇനി ആ തെറ്റുകൾ വരാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്ന സമയമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മേന്മയിൽ ശോഭനമായ ഭാവി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ഏപ്രിൽ മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയായി പറയേണ്ടത്. കഴിഞ്ഞ സമയങ്ങൾ അല്ലെങ്കിൽ 2025 മാർച്ച് വരെയുള്ള സമയം നോക്കിയാലും വളരെയധികം പുരോഗതിയൊന്നും ദർശിക്കാൻ കഴിയാതെ ഇരുന്ന നിങ്ങൾക്ക് ഏപ്രിൽ മാസം വളരെയധികം നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ അധ്യാപനം അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്ത ആ ഗുണകരമായ കാര്യങ്ങൾക്കുള്ള പ്രശസ്തി അല്ലെങ്കിൽ അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഏപ്രിൽ മാസം. വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തും ഈ ഏപ്രിൽ മാസം. നിങ്ങൾ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. വരുന്ന ഏപ്രിൽ 14 മേടവിഷുവാണ്. അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ ഒക്കെയും പൂർത്തീകരിക്കാൻ ഏപ്രിൽ മാസം സാധിക്കുന്നതാണ്. സമ്പത്തിൽ വളരെ വലിയ വർധനവുണ്ടാകുന്നതാണ്. അതേപോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ഏത് കാര്യത്തിനും ഇറങ്ങുമ്പോഴും ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് എല്ലാം നെഗറ്റീവായി മാറുന്ന ഒരു പ്രവണതയുണ്ട്. ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ അപശകുനങ്ങൾ അല്ലെങ്കിൽ അശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നു. ഈ ഏപ്രിൽ മാസം ഏത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അത് നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകുന്നതിനും നേട്ടമുണ്ടാകുന്നതിനും സഹായകമാകും. കാരണം ഈ ഏപ്രിൽ മാസം പ്രശസ്തി നേട്ടമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരേണ്ട സമയമാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുന്നേയുള്ള സമയങ്ങളിൽ എന്തെല്ലാം വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നില്ല. പക്ഷേ ഈ ഏപ്രിൽ മാസം നേട്ടങ്ങളാണ്, ഗുണാനുഭവങ്ങളാണ് ധാരാളമായി വരാൻ പോകുന്നത്. എന്ത് മേഖലയിൽ കൈവച്ചാലും അതൊക്കെ നേട്ടമായി മാറുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വീണ്ടും പൊടിതട്ടി എടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില ആളുകൾ കലാകായിക രംഗത്ത് വളരെയധികം മേന്മയും ശോഭനമായ ഭാവി ഉള്ളവരാണ്. പക്ഷേ പാതി വഴിയിൽ അതൊക്കെ നിർത്തേണ്ടി വന്നവരായിട്ടുള്ള നിങ്ങൾക്ക് അതൊക്കെ വീണ്ടും പൊടിതട്ടി എടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി. അതേപോലെ തന്നെ പഠിച്ചിറങ്ങിയപ്പോൾ നല്ല ജോലി കിട്ടി, പക്ഷേ പിന്നീട് ആ ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളുകൾ വീണ്ടും മനസ്സിനകത്ത് ജോലിയിലേക്ക് പോകണം എന്ന ചിന്ത ഉദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ചിന്ത നല്ലതിനാണ്. നിങ്ങൾക്കത് വീണ്ടും തുടർന്ന് പോകാം. കാരണം ഈ ഏപ്രിൽ മാസം നിങ്ങൾ ശ്രമിക്കുന്ന ആ ജോലിക്കുള്ള ഓഫറൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല വിധത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എവിടെയാണ് ഏതൊക്കെയാണ് പാകപ്പിഴകൾ ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ ഏപ്രിൽ മാസം സാധിക്കുന്നതാണ്. ഇനി വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മുന്നേയുള്ള കാലങ്ങളിൽ നേരിട്ടവർക്ക് ഈ ഏപ്രിൽ മാസം ഓഫറുകൾ വരികയും വിദേശത്തേക്ക് പോകാനുള്ള സമയം തെളിയുകയാണ്. അതും അവസരങ്ങൾ സുഹൃത്തുക്കൾ വഴി വരാനുള്ള സാധ്യത ഈ ഒരു സമയം ഏപ്രിൽ മാസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം, അതായത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് വിദേശത്ത് പോയി അല്ലെങ്കിൽ കടൽ കടന്ന് വിദേശത്തേക്ക് പോകേണ്ടതായ ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അതും ഏപ്രിൽ 14 ശേഷമുള്ള സമയങ്ങൾ വളരെയധികം ഗുണകരമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ 9 നക്ഷത്രക്കാർക്കും വളരെ മാറ്റങ്ങളാണ് ഗജകേസരി യോഗം
നൽകുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാർച്ച് 29 മഹാശനിമാറ്റമൊക്കെ സംഭവിച്ചതിൻ്റെ ഫലമായി പിന്നീടുള്ള 7 ദിവസത്തിന് ശേഷമായിരിക്കും വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ദർശിക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് ഗജകേസരി യോഗം കൂടി ആരംഭമായിരിക്കുന്നു. അതിൻ്റെ ഫലമായി സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, നേട്ടം, മനസ്സന്തോഷം, രോഗമുക്തി, ദീർഘായുസ് ഇതൊക്കെയും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഗജകേസരി യോഗമാണ്. എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യാനുഭവം ഇവിടെ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുകയാണ് ഈ ഏപ്രിൽ മാസം. കൂടാതെ മേടവിഷു വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം വളരെയധികം നേട്ടത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്ന 9 നക്ഷത്രക്കാർ നിങ്ങളാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വരുന്ന സമയമാണ്. പ്രാർത്ഥന മുടക്കാതിരിക്കുക. ദിവസവും രാവിലെയും വൈകിട്ടും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പുകയ്ക്കണം. ദീപം, ധൂപം ഇതൊക്കെയാണ് ഭഗവാനെ ഏറ്റവും നമ്മളിലേക്ക് ആകർഷിക്കാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. കുമിഞ്ചാനൊക്കെ പുകയ്ക്കുക. കൂടെ അതിനോടൊപ്പം വേപ്പില ഉള്ളവർ അതിൻ്റെ കൂടെ അതും കൂടെ ഇട്ട് വേപ്പില ഇട്ട് പുകയ്ക്കാമെങ്കിൽ വീട്ടിൻ്റെ നെഗറ്റീവ് ഊർജ്ജങ്ങൾ പുറന്തള്ളാനും ആ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജ്ജത്തെ ആകിരണം ചെയ്യാനും ഭവനത്തിലുള്ള എല്ലാവർക്കും അതൊരു പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാനും ഒക്കെ സഹായകമാകുന്നതാണ്. കൂടാതെ ഈ ഏപ്രിൽ 14 മേടവിഷു വരികയാണ്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അതല്ല, നിങ്ങൾ ഗുരുവായൂർ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അല്ലാത്ത ആളുകൾ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി. വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഏറ്റവും ഉത്തമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. നേട്ടങ്ങൾ ധാരാളമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.